ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ ഗൈസ്? നമ്മൾ ഇന്ന് ചട്നി മാമയിലെ ബാഹുബലി ദോശ കഴിക്കാൻ പോവേണ് അല്ലേ? നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പുളിമാത്താണ്, ട്രിവാൻഡ്രം കിളിമാനൂർ പുളിമാത്ത്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണെന്ന് മനസ്സിലായി. അകത്ത് കയറിയപ്പോൾ ശുഭം. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ഈ മെനു കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബാഹുബലിയിലെ പാട്ട് തന്നെയാണ്. ഇടയ്ക്കിടെ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റും, കാരണം ഒരുപാട് പേര് ഈ ദോശ ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മ, നമുക്ക് എന്തൊരു വേണം? അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു ഗൈസ്. പിന്നെ കാണുന്നത് മൊത്തം അത് തന്നെ. പാട്ട് പോയിട്ട് ഈ പാട്ടിട്ട് പോകുമ്പോൾ എല്ലാവരുടെ അട്രാക്ഷനും ആ സ്ഥലത്തോട്ടായിരിക്കും. 1 പോയി 2 പോയി, നമ്മുടേത് മാത്രം അങ്ങോട്ട് എത്തിയില്ല. ഒരു 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇറ്റ്സ് അവർ ടൈം നമ്മുടേത് വരുന്നുണ്ട് ഗൈസ്. പ്രസൻറ്റേഷൻ കൊള്ളാം അല്ലേ? ഈ പാട്ട് ഇട്ട് ഇവരിങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവരുടെ അട്രാക്ഷനും നമ്മളിലോട്ടാണ്. ഇതിൽ ഇൻക്ലൂഡ് ആയേക്കുന്ന 3 വെറൈറ്റി ഓഫ് ചട്നി, സാമ്പാർ, തീയൽ, പിന്നെ പായസം, 2 വടയൊക്കെയാണ്. അമ്മ ഒറ്റയ്ക്കല്ല, നമ്മളല്ല. ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ സാധനത്തിന് നമ്മൾ അടിച്ച് പൊട്ടിച്ച് അതിൽ നിന്നൊരു പീസ് എടുത്ത് അത് ഒരു ചട്നിയിൽ മുക്കി തുടങ്ങിയത് അവസാനിച്ചത് ഇങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ പുറത്തൊരു മണിയുണ്ട്. നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആ മണി അടിച്ച് നമ്മുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം. അങ്ങനെ നമ്മൾ നമ്മുടെ അഭിപ്രായവും പാസ്സാക്കിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നൈറ്റും അതേപോലെ തന്നെ പകലും ഒരേപോലെ ഭംഗിയാണ്. നൈറ്റ് ഈ പൂക്കളുടെ ഭംഗിയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ പകൽ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നൈറ്റ് ലൈറ്റിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട്. നമ്മളിവിടെ ഫുള്ളായിട്ട് ഓടി നടന്ന് കണ്ടു. ഇവളതിനിടയ്ക്ക് ഏതൊക്കെ ഹിഡൻ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഇതൊരു ഒരു കൂടാരം പോലൊരു സംഭവം, ഡ്രസ്സിങ്ങിനും അങ്ങനെ വല്ലതും വേണ്ടിയിട്ട് വെച്ചേക്കുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ നിന്നൊരു ഡാൻസും പ്രാക്ടീസ് ചെയ്ത് ഇത് ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ മുകളിൽ പിൻ ചെയ്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്തേരാം. ഞാൻ വിചാരിച്ചത് ഒറിജിനലാണ്. ഏത് ഞാൻ ഡമ്മി. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ബാഹുബലി എന്ന് പറഞ്ഞപ്പം ബാഹുബലി പാനിപൂരി എന്നാണ് ഞാൻ കേൾക്കുന്നത്. ബാഹുബലി പായുംപുലി. ഞാൻ കേട്ട പാനിപൂരി. ഫുഡ് കൊള്ളായിരുന്നാ? ചട്നി മാമിയുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ചട്നി മാമിയുടെ ഫുഡ് സൂപ്പറായിരുന്നു. ഞാൻ കടിച്ചാൽ മുറിഞ്ഞില്ല. ദോശയാണ് കടിച്ചാ മുറിയും. ദോശ നല്ലതായിരുന്നു, ഞാൻ കടിച്ചാൽ മുറിഞ്ഞില്ല. ഓ, ഞാൻ കടിച്ചാൽ മുറിയില്ലായിരുന്നു. പായസം സൂപ്പറായിരുന്നു. പായസത്തിന്റെ ടേസ്റ്റ് അല്ല, ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മറ്റേ മുളക് ചമ്മന്തി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ചട്നിയൊക്കെ കൊള്ളായിരുന്നു. സാമ്പാർ സൂപ്പറായിരുന്നു. തീയലും സൂപ്പറായിരുന്നു.